അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് കെട്ടുബന്ധം മുഖേന വിവാഹബന്ധം ഹറാമാകുന്നവർ, മുസാഹറ കൊണ്ട് വിവാഹബന്ധം ഹറാമായിത്തീരുന്ന 4 വിഭാഗം സ്ത്രീകൾ. ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. അതിന് തൊട്ടു മുമ്പ് മുലക്കുടി ബന്ധം വഴി വിവാഹബന്ധം ഹറാമാകുന്ന സ്ത്രീകൾ, അതിനു മുമ്പ് നസബ് വഴി വിവാഹബന്ധം ഹറാമാകുന്നവർ. ഈ ആളുകളെയൊക്കെ നമ്മളിപ്പോൾ വിശദമായിട്ട് ചർച്ച ചെയ്തു പഠിച്ചു. ഇനി ഈ കെട്ടുബന്ധം മുഖേന വിവാഹബന്ധം ഹറാമാകുന്നവർ എപ്പോഴാണ് ആ ഹറാമാകൽ ഉണ്ടാവുക? നിക്കാഹ് നടക്കുന്നതോടുകൂടി തന്നെ ഹറാമാകുന്നുണ്ടോ, അതല്ല മറ്റേതെങ്കിലും സന്ദർഭത്തിലാണോ ഹറാമാവുക എന്നതിനെ സംബന്ധിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യാനുള്ളത്. എല്ലാവരും കിതാബിലേക്ക് നോക്കുക. ഫത്തലാസുൽ ഊല, അപ്പോൾ ആദ്യം പറഞ്ഞ 3 വിഭാഗം, മിൻ ഹാദിഹിൽ അർബഇ, ഈ 4 ആദ്യം പറഞ്ഞ 3 വിഭാഗം. ആദ്യം പറഞ്ഞ 3 വിഭാഗം ആരൊക്കെയാണ്? ഒന്ന് സൗജത്തു അസ്ലിൻ, അല്ലേ? അസ്ലിൻ്റെ സൗജത്ത്. അസ്ലി എന്ന് പറയുമ്പോൾ വാപ്പയാകാം, വല്യുപ്പയാകാം, ഉപ്പയാകാം, ജദ് ഉപ്പയുടെ ഉപ്പയാകാം, അല്ലെങ്കിൽ ഉമ്മയുടെ ഉപ്പയാകാം. അങ്ങനെ ഉപ്പയുടെയോ അല്ലെങ്കിൽ ഉപ്പാപ്പമാരുടെയോ ഭാര്യ, അതാണല്ലോ സൗജത്തു അസ്ലി. ഉപ്പയുടെയോ ഉപ്പാപ്പമാരുടെ ഭാര്യമാരെയോ മക്കൾക്ക്, മകന് വിവാഹം ചെയ്യാൻ പാടുള്ളതല്ല. ഇതാണ് ഒന്നാമത് പറഞ്ഞ വിഭാഗം. രണ്ടാമത് പറഞ്ഞത് സൗജത്തു ഫസ്ല്, ഫസ്ലിൻ്റെ ഭാര്യ. നേരെ തിരിച്ചും എന്ന് പറഞ്ഞാൽ മകൻ, മകൻ്റെ മകൻ അല്ലെങ്കിൽ മകളുടെ മകൻ, ഇവരുടെയൊക്കെ ഭാര്യമാർ. മകൻ്റെ ഭാര്യ, മകൻ്റെ മകൻ്റെ ഭാര്യ, മകളുടെ മകൻ്റെ ഭാര്യ. ഇതാണ് രണ്ടാമത് പറഞ്ഞ വിഭാഗം. മൂന്നാമത് പറഞ്ഞത് അസ്ലു സൗജത്ത്, സൗജത്തിൻ്റെ അസ്ല്, ഭാര്യയുടെ അസ്ല്. അവരുടെ ഉമ്മയുടെ ഉമ്മ, ഭാര്യയുടെ ഉമ്മ, ഉമ്മയുടെ ഉമ്മ, അങ്ങനെ. അത് നസബ് വഴിക്കാവാം, റളാ വഴിക്കും ആവാം. 2 നിലക്കുള്ള ഉമ്മ, ഉമ്മാമ്മമാർ. ഈ 3 വിഭാഗം ആളുകളെയാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. അപ്പോൾ പറയാം, ഫത്തലാസുൽ ഊല മിൻ ഹാദിഹിൽ അർബഇ, ഈ 4 വിഭാഗത്തിൽ ആദ്യത്തെ ഈ 3 വിഭാഗം യഹ്റുംന, ഇവർ ഹറാമായി തീരുന്നതാണ്. ബിനഫ്സിൽ അഖദി, അഖദ് നടക്കലോടുകൂടി തന്നെ ഇവർ ഹറാമായി തീരും. നിക്കാഹിൻ്റെ ചടങ്ങ് നടക്കലോടുകൂടി തന്നെ ഇവർ ഹറാമായി തീരുന്നതാണ്. ഇൻകാന സ്വഹീഹൻ, ആ നിക്കാഹ് സ്വഹീഹായ രൂപത്തിൽ നടന്നതാണ് എങ്കിൽ, സ്വഹീഹായ രൂപത്തിൽ നടന്ന നിക്കാഹ് ആണ് എങ്കിൽ, നിക്കാഹ് ചടങ്ങ് നടക്കലോടുകൂടി തന്നെ, ബിനഫ്സിൽ അഖദ് എന്ന് പറഞ്ഞാൽ ആ ചടങ്ങോടുകൂടി തന്നെ വിവാഹബന്ധം ഹറാമായി തീരുന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് സൗജത്തു അസ്ലാണല്ലോ നമ്മൾ പറഞ്ഞത്. അസ്ലിൻ്റെ സൗജ, ഉപ്പയുടെയോ അല്ലെങ്കിൽ ഉപ്പാപ്പമാരുടെയോ ഭാര്യ. അപ്പോൾ സങ്കല്പിക്കുക, നമ്മുടെ ഉപ്പ അല്ലെങ്കിൽ നമ്മുടെ ഒരു വല്യാപ്പ എന്തു ചെയ്യുന്നു? ഒരു സ്ത്രീയെ വിവാഹം ചെയ്യുന്നു. നമ്മുടെ ഉമ്മയല്ലാത്ത മറ്റൊരു സ്ത്രീയെ വിവാഹം ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഉപ്പ ആ സ്ത്രീയെ വിവാഹം ചെയ്യലോടുകൂടി, അവരുടെ നിക്കാഹ് കഴിയലോടുകൂടി തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീ വിവാഹബന്ധം ഹറാമുള്ളവരായി മാറി. മനസ്സിലായല്ലോ? അവർ തമ്മിലുള്ള നിക്കാഹ് നടക്കുന്നതോടുകൂടി തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഈ ഉപ്പയുടെ മകന് ആ പുതിയ ഉമ്മ വിവാഹബന്ധം ഹറാമുള്ളവരായി മാറിക്കഴിഞ്ഞു. അവർ തമ്മിൽ കാണലും തൊടലുമൊക്കെ അനുവദനീയമാവുകയും ചെയ്തു. ഈ അഖദ് അവിടെ നടന്നാൽ മതിയാകും. അതുപോലെ രണ്ടാമത്തെ വിഭാഗവും സൗജത്തു ഫസ്ല് എന്ന് പറയുന്നത് മക്കളുടെ ഭാര്യമാർ. അതും അപ്പോൾ ഒരു വ്യക്തി ഒരു സ്ത്രീയെ നിക്കാഹ് ചെയ്യുകയാണ്. ആ നിക്കാഹ് ചെയ്യുന്നതോടുകൂടി ആ വ്യക്തിയുടെ പിതാവിന് ഈ പെണ്ണ്, മരുമകൾ, വിവാഹബന്ധം ഹറാമുള്ളവളായി തീർന്നു. നിക്കാഹിൻ്റെ ചടങ്ങ് നടക്കുന്നതോടുകൂടി തന്നെ അവർ തമ്മിലുള്ള ബന്ധവും ഹറാമ് ആയിത്തീർന്നു. ഇതാണ് രണ്ടാമത് പറഞ്ഞത്. മൂന്നാമത് പറഞ്ഞത് അസ്ലു സൗജത്ത്. അങ്ങനെ തന്നെ സൗജത്തിൻ്റെ അസ്ല് എന്ന് പറഞ്ഞാൽ നാം ഒരു സ്ത്രീയെ വിവാഹം ചെയ്യുകയാണ്. നമ്മൾ വിവാഹം ചെയ്യുന്നത് സങ്കല്പിക്കുക.
അപ്പോൾ നമ്മൾ വിവാഹം ചെയ്യുന്നതോടുകൂടി അവളുടെ ഉമ്മ നമുക്ക് വിവാഹം ഹറാമായി തീർന്നു, അവളുടെ ഉമ്മയുമായിട്ടുള്ള വിവാഹബന്ധം ഹറാമായി തീർന്നു. അപ്പോൾ ഈ ചടങ്ങ് നടക്കലോടുകൂടി ഈ 3 വിഭാഗത്തിൻ്റെതും വിവാഹബന്ധം ഹറാമായി തീർന്നു. പക്ഷേ ഒരു നിബന്ധനയുണ്ട്, ഈ അഖദ് സ്വഹീഹായ അഖദ് ആയിരിക്കണം, സ്വഹീഹായ അഖദ് ആയിരിക്കണം, കൃത്യമായ പദം തന്നെ ഉപയോഗിച്ചുകൊണ്ടുള്ള നിക്കാഹ് ആയിരിക്കണം, 2 സാക്ഷികൾ അതിനുണ്ടായിരിക്കണം. അതുപോലെ സമ്മതം നിർബന്ധമുള്ള ഷർത്തുള്ള സ്ത്രീ ആയിരുന്നുവെങ്കിൽ സമ്മതമുണ്ടായിരിക്കണം. അങ്ങനെ നിബന്ധനകളൊക്കെ പാലിക്കപ്പെട്ടുകൊണ്ട് സ്വഹീഹായ രൂപത്തിലാണ് ഈ നിക്കാഹിൻ്റെ ചടങ്ങ് നടന്നത് എങ്കിൽ ആ ചടങ്ങ് നടക്കലോടുകൂടി ഈ 3 ബന്ധങ്ങൾ സ്ഥിരപ്പെടും. വിവാഹബന്ധം ഹറാമാകുന്ന 3 ബന്ധങ്ങൾ സ്ഥിരപ്പെടുന്നതാണ്. ഇനി 4ാമത് പറഞ്ഞത് ഫസ്ലു സൗജത്ത് അല്ലേ? 4ാമത് നമ്മൾ പറഞ്ഞത് ഫസ്ലു സൗജത്ത്, സൗജത്തിൻ്റെ മക്കൾ എന്ന് പറഞ്ഞാൽ ഒരാൾ വിവാഹം ചെയ്യുന്നു, ആ ഭാര്യയ്ക്ക് വേറെ ഭർത്താവിൽ മക്കളുണ്ട് എന്ന് വിചാരിക്കുക, പെൺമക്കളുണ്ട്, അല്ലെങ്കിൽ അവളുടെ പെൺമക്കളുടെ മക്കളുണ്ട്. ഒരാൾ ഒരു സ്ത്രീയെ വിവാഹം ചെയ്യുന്നു, ആ സ്ത്രീക്ക് നേരത്തെ പെൺമക്കളുണ്ട് അല്ലെങ്കിൽ പെൺമക്കളുടെ മക്കളുണ്ട്. അങ്ങനെയെങ്കിൽ ഈ വിവാഹം ചെയ്യുന്ന ആൾക്ക് അയാളുടെ ഭാര്യയുടെ പെൺമക്കൾ അവരെപ്പോഴാണ് ഹറാമാവുക? ഈ വിവാഹത്തോടു കൂടി തന്നെ ഹറാമാകുമോ? ഇല്ല. ഒരു സ്ത്രീയെ ഒരാൾ വിവാഹം ചെയ്യുന്നു, ആ നിക്കാഹ് നടക്കുന്നതോടുകൂടി ആ സ്ത്രീയുടെ മക്കൾ ഇയാൾക്ക് ഹറാമ് ആകുന്നില്ല, ഇയാളുമായി കെട്ടുബന്ധം ഹറാമാകൽ സ്ഥിരപ്പെടുന്നില്ല. പിന്നെ എപ്പോഴാണ് നോക്കാം. വ ഫസ്ലു സൗജത്തി, സൗജത്തിൻ്റെ ഫസ്ല്, ഇന്നമാ തഹ്റുമു, അവർ ഹറാമായി തീരുക, ബി വത്ത് ഇ സൗജത്തി, ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിലൂടെ മാത്രമാണ്. അപ്പം നിക്കാഹ് നടന്നാൽ പോരാ, നിക്കാഹ് കഴിഞ്ഞ് ആ സ്ത്രീയെ കൂട്ടിക്കൊണ്ടുവന്ന് അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ മാത്രമാണ് അവരുടെ മക്കളെ ഇയാൾക്ക് വിവാഹം ചെയ്യാൻ പറ്റാതെ ആവുകയുള്ളൂ. ആദ്യം പറഞ്ഞ 3 ആ നിബന്ധനയില്ല, വ്യക്തമായി മനസ്സിലാക്കണം. ആദ്യം പറഞ്ഞ 3 അങ്ങനെ ഒരു നിബന്ധനയില്ല. നിക്കാഹ് നടക്കുന്നതോടുകൂടി ആ ബന്ധം സ്ഥിരപ്പെട്ട് കഴിഞ്ഞു. ഇവിടെ നിക്കാഹ് നടക്കുമ്പോൾ ബന്ധം സ്ഥിരപ്പെടുന്നില്ല. പിന്നെന്തു വേണം? നിക്കാഹ് കഴിഞ്ഞ് അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക കൂടി വേണം. അപ്പോഴാണ് ഈ വിവാഹബന്ധം ഹറാമാവുക എന്നത് സ്ഥിരപ്പെടുന്നുള്ളൂ. അവിടെ പക്ഷേ ഇങ്ങനെയുണ്ട്, വ ഇൻകാനൽ അഖ്ദു ഫാസിദൻ, ആ അഖ്ദ് ഫാസിദൻ, അത് ഫാസിദാണെങ്കിൽ പോലും, ശരിയല്ലാത്തതാണെങ്കിൽ പോലും, ഒരാൾ ശരിയല്ലാത്ത മാർഗത്തിലാണ് ഒരു സ്ത്രീയെ നിക്കാഹ് ചെയ്തത്, സാക്ഷികളില്ലാതെ അല്ലെങ്കിൽ വലിയില്ലാതെ, അങ്ങനെ ശരിയല്ലാത്ത മാർഗത്തിൽ ഒരു സ്ത്രീയെ ഒരാൾ നിക്കാഹ് ചെയ്തു. ആ നിക്കാഹ് ചെയ്ത് മാത്രമല്ല ആ സ്ത്രീയുമായിട്ട് ഇയാൾ ബന്ധപ്പെടുകയും ചെയ്തു. ഇങ്ങനെ സംഭവിച്ചാൽ ആ ബന്ധപ്പെട്ട സ്ത്രീയുടെ പെൺമക്കൾ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഹറാമു തന്നെ, അവളുടെ പെൺമക്കളുടെ മക്കളും ഇയാളെ സംബന്ധിച്ചിടത്തോളം ഹറാമു തന്നെ. ഇവിടെ അഖ്ദ് ഫാസിദാണെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്നതു മാത്രമാണ് പരിഗണന. ആദ്യം പറഞ്ഞ 3 സ്ഥലത്തോ അവിടെ ബന്ധപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്നത് നോക്കുന്നേയില്ല. അഖ്ദ് സ്വഹീഹാണെങ്കിൽ ആ സ്വഹീഹായ അഖ്ദ് നടക്കുന്നതോടുകൂടി ആ പറഞ്ഞ 3 വിഭാഗവും ഹറാമായി തീരുന്നുണ്ട്. ഈ കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുക. വ ഇല്ലം യതഅഹ, അപ്പോൾ ഇയാൾ അവളെ വത്ത് ചെയ്തിട്ടില്ലെങ്കിൽ, നിക്കാഹൊക്കെ ചെയ്തു പക്ഷെ അവളെ വത്ത് ചെയ്തില്ല, അവളുമായി ബന്ധപ്പെട്ടിട്ടില്ലെങ്കിൽ, ലം തഹ്റും ബിൻതുഹ, അവളുടെ മകൾ ഇയാൾക്ക് ഹറാമാവുകയുമില്ല. അവളുടെ മകൾ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഹറാമാവുകയുമില്ല. അപ്പോൾ എന്ത് മനസ്സിലാക്കാം? വത്ത് അഥവാ അവർ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നതിലൂടെ മാത്രമാണ് ഒരാളുടെ ഭാര്യയുടെ പെൺമക്കളുമായിട്ടോ പെൺമക്കളുടെ പെൺമക്കളുമായിട്ടോ ഒരാൾക്ക് വിവാഹബന്ധം ഹറാമാവുക എന്നത് മഹ്റമിയത്ത് സ്ഥിരപ്പെടുന്നുള്ളൂ. ആദ്യം പറഞ്ഞ 3 വിഭാഗത്തിനും അത് ബാധകവുമല്ല. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് ചെറിയൊരു ഭാഗവും കൂടി അതിൽ പറയാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.